ഇസ്മയിൽ ഹനിയയെ വധിച്ചതിന് തിരിച്ചടി ഉറപ്പെന്ന് പ്രഖ്യാപിച്ചത് ഇറാനാണ്. ഇറാൻ അങ്ങനെയാണ്. അവരുടെ നാട്ടിൽ കയറി കളിച്ചു കഴിഞ്ഞാൽ 1-10 തിരിച്ചു കൊടുക്കും. അത് ഇസ്രായേലിനറിയാം, അമേരിക്കയ്ക്കും അറിയാം. അമേരിക്കയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് പലതവണ ആക്രമണം നടത്തിയിട്ടുണ്ട് ഇറാൻ. അങ്ങനെയുള്ള രാജ്യമാണ് അവർ, യോദ്ധാക്കളുടെ രാജ്യം. അവരുടെ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ചാണ് ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദ് ഇസ്മയിൽ ഹാനിയയെ വധിച്ചത്. അന്ന് തന്നെ ഇറാന്റെ പരമോന്നത നേതാവ് ഖൊമൈനി പറഞ്ഞു തിരിച്ചടി ഉണ്ടാകുമെന്ന്. ആ തിരിച്ചടി ഏത് നിമിഷം എങ്ങനെ എന്നുള്ളതിനെ പറ്റിയുള്ള പുതിയ പുതിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും പുതിയ വാർത്ത ഇറാൻ തന്നെ പുറത്തുവിട്ടിരിക്കുന്നു. ഇസ്രായേലുമായി യുദ്ധമുണ്ടായാൽ റഷ്യ ഇറാനെ പരസ്യമായി സഹായിക്കും. റഷ്യ ഇറങ്ങിക്കളിക്കും. റഷ്യയ്ക്കൊപ്പം ഹമാസും ഹിസ്ബുള്ളയും ഇസ്ലാമിക് ജിഹാദും ഹൂത്തികളും ഒക്കെ ചേരുമ്പോൾ അതൊരു വലിയ സൈനിക ശക്തിയായി മാറും. ഇപ്പോൾ ഇസ്രായേൽ ഭയന്ന് വിറച്ച് തുടങ്ങിയിരിക്കുന്നു. അമേരിക്കയുടെ കാല് പിടിച്ചിരിക്കുന്നു നെതന്യാഹു. അമേരിക്കയുടെ കാല് പിടിച്ച് ഒരു പടക്കപ്പൽ സ്വന്തമാക്കിയിരിക്കുന്നു നെതന്യാഹു. അല്ലാതെ രക്ഷയില്ല. എങ്ങനെ ഏത് രീതിയിൽ അടിവരുമെന്ന് പറയാൻ പറ്റില്ല. ഹിസ്ബുള്ളയുടെ ആക്രമണം മാരകമാണ്. ഏറ്റവും ഒടുവിൽ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ ഇസ്രായേലിന്റെ ഒരു സൈനിക ആസ്ഥാനം ഡ്രോണുകൾ ഉപയോഗിച്ച് ഹിസ്ബുള്ള തകർത്തു. 9ാം ഡിവിഷൻ ഹെഡ്ക്വാർട്ടേഴ്സാണ് പൂർണ്ണമായും തകർത്ത് തരിപ്പണമാക്കിയത്. അയൺഡോമും തകർന്ന് തരിപ്പണമായി. ഇതോടുകൂടി അയൺഡോമിലുള്ള ഇസ്രായേലിന്റെ വിശ്വാസ്യത പോയിരിക്കുന്നു. മുമ്പേ ഹിസ്ബുള്ള അയൺഡോമിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് പലതരത്തിലുള്ള ആക്രമണങ്ങൾ നടത്താറുണ്ട്. അത് അവരുടെ രീതിയാണ്. അവരുടെ മാരകമായ മിസൈലിന്റെ ശക്തിയാണ്. ഇപ്പോൾ ഇസ്രായേലിന്റെ അഭിമാനകരമായ ആസ്ഥാനമാണ് അടിച്ചു തകർത്ത് കളഞ്ഞത് ഹിസ്ബുള്ള. റഷ്യ ഇറാനൊപ്പം നിൽക്കും എന്ന് പറയുമ്പോൾ അമേരിക്കയും ബ്രിട്ടനും ഭയപ്പാടിലാണ്. റഷ്യയ്ക്ക് കണക്ക് ഒരുപാട് തീർക്കാനുണ്ട് അമേരിക്കയോടും ബ്രിട്ടനോടും. ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ വെള്ളം കുടിപ്പിച്ചത് അമേരിക്കയും ബ്രിട്ടനും ചേർന്നാണ്, നാറ്റോ രാജ്യങ്ങൾ ചേർന്ന്. നാറ്റോ രാജ്യങ്ങൾ ഇസ്രായേലിന് പിന്നിൽ അണിനിരക്കുമ്പോൾ റഷ്യയെപ്പോലെയുള്ള വൻ ശക്തികൾ ഇറാന്റെ പിന്നിൽ അണിനിരക്കും. ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ ഇറാന്റെ പിന്നിൽ ഏകശില ഫലകം പോലെ നിൽക്കും. ഇതാണ് ഇപ്പോൾ നടന്നുവരുന്നത്. ഇസ്രായേൽ ഭയപ്പെട്ടാണ് അമേരിക്കയെ സമീപിച്ചത്. അടുത്ത കാലത്തായി അമേരിക്ക ഇസ്രായേലിന് പിന്തുണയൊന്നും വലുതായി നൽകുന്നില്ല. കാരണം ജോ ബൈഡന്റെ വാക്കുകളൊക്കെ നെതന്യാഹു നിഷേധിച്ചുകൊണ്ടുള്ള മുന്നോട്ട് പോക്കായിരുന്നു. ഇസ്മയിൽ ഹനിയെ കൊന്നതോടുകൂടി ഇസ്രായേലിന് നിവൃത്തിയില്ലാതായിരിക്കുന്നു. ഇറാൻ ശക്തമായി പ്രതികരിക്കുമെന്നും യുദ്ധം പ്രഖ്യാപിക്കുമെന്നും ഇസ്രായേൽ ഒരിക്കലും കരുതിയില്ല. അമേരിക്കയെയും ബ്രിട്ടനെയും ഇറാൻ പേടിക്കും എന്നാണ് ഇസ്രായേൽ കരുതിയത്. ഇറാന് പേടിയില്ല എന്നവർ തെളിയിച്ചു കഴിഞ്ഞു. മാത്രമല്ല, റഷ്യ കളത്തിലിറങ്ങും എന്ന് വന്നതോടുകൂടി ആകെ മൊത്തം അങ്കലാപ്പിലായിരിക്കുകയാണ് നെതന്യാഹു. വഴിയെ പോയ വയ്യാവേലിയാണ് നെതന്യാഹു എടുത്ത് മടിയിൽ വെച്ചത്. ഇസ്മയിൽ ഹനിയ ഹമാസിന്റെ എല്ലാമെല്ലാമാണ്. ഹമാസിന്റെ ധീര യോദ്ധാവാണ്. കേരളത്തിലെ സംഖ്യകൾക്ക് അയാൾ തീവ്രവാദിയാണ്. പക്ഷേ ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് യോദ്ധാവിന്റെ പ്രതീകമാണ്. ആ യോദ്ധാവിനെ വധിച്ചതിന് തിരിച്ചടി എങ്ങനെ, ഏത് ദിവസം, ഏത് നേരം എന്നുള്ളത് ഇറാൻ പുറത്തുവിട്ടിട്ടില്ല. റഷ്യയും തങ്ങളോടൊപ്പം ചേരുന്നു എന്ന് ഇറാൻ പറഞ്ഞതോടുകൂടി ആകെ മൊത്തം പേടിച്ചരണ്ട് ഓടുകയാണ് ഇസ്രായേൽ.